നമസ്കാരം, ജനയുഗ ഓൺലൈൻ ഈ യുഗത്തിലേക്ക് സ്വാഗതം. ഇനി അന്താരാഷ്ട്ര മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ച് ഇന്ത്യയിൽ UPI പേയ്മെന്റുകൾ നടത്താം. പ്രാദേശിക ഇന്ത്യൻ സിം കാർഡ് ഇല്ലാതെ തന്നെ NRE അല്ലെങ്കിൽ NRO ബാങ്ക് അക്കൗണ്ടുകൾ വഴി പേയ്മെന്റ് നടത്താനാകും. സാധാരണ UPI ആപ്പ് ഉപയോഗിച്ച് പേയ്മെന്റ് നടത്തുന്നത് പോലെ തന്നെ Paytm ആപ്പ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് പണം അയക്കാനും കറൻസി കൺവേർഷനുകളോ അന്താരാഷ്ട്ര പേയ്മെന്റ് ഗേറ്റ്വേകളോ ഇല്ലാതെ ഇന്ത്യൻ പ്ലാറ്റ്ഫോമുകളിൽ ഷോപ്പിംഗ് നടത്താനും QR കോഡുകൾ വഴി പണം നൽകാനും പ്രവാസികൾക്ക് കഴിയും. UPI സേവനദാതാക്കളായ Paytmൽ അന്താരാഷ്ട്ര മൊബൈൽ നമ്പർ ഉപയോഗിച്ച് UPI ഇടപാട് നടത്താനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നതാണ്. നിലവിൽ പുതിയ UPI പേയ്മെന്റ് സംവിധാനം സിംഗപ്പൂർ, ഓസ്ട്രേലിയ, കാനഡ, ഹോങ്കോങ്, ഒമാൻ, ഖത്തർ, അമേരിക്ക, സൗദി അറേബ്യ, UAE, UK, ഫ്രാൻസ്, മലേഷ്യ തുടങ്ങിയ 12ഓളം രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാരായ പ്രവാസികൾക്കാണ് ലഭിക്കുന്നത്. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഈ സേവനത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. UPI പേയ്മെന്റ് സൗകര്യം ലഭിക്കാൻ പ്രവാസികൾ തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി അന്താരാഷ്ട്ര നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടാവണം. പുതിയ സേവനം ലഭിക്കുന്നതിനായി പ്രവാസികൾ Paytm പോലുള്ള UPI ആപ്പുകൾ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം അവരുടെ അന്താരാഷ്ട്ര മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുകയും SMS വഴി വെരിഫിക്കേഷൻ പൂർത്തിയാക്കുകയും ചെയ്യണം. ശേഷം നിങ്ങളുടെ NRE അല്ലെങ്കിൽ NRO ബാങ്ക് അക്കൗണ്ടുകൾ ലിങ്ക് ചെയ്യുന്നതോടെ ഈ സൗകര്യം ഉപയോഗിച്ച് ഇന്ത്യയിലേക്ക് എളുപ്പത്തിൽ ഇനി UPI പേയ്മെന്റുകൾ നടത്താൻ സാധിക്കും. അതേസമയം അന്താരാഷ്ട്ര മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ചുള്ള UPI ഇടപാടുകൾ ബാങ്കുകളുടെ നിബന്ധനകളും വ്യവസ്ഥകൾക്കും വിധേയമായിരിക്കും. ഫോണിലേക്ക് വരുന്ന ഓരോ കോളിനൊപ്പം വിളിക്കുന്നയാളുടെ പേരും നമ്പറിനൊപ്പം പ്രദർശിപ്പിക്കുന്ന സംവിധാനം ഉടൻ എത്തുകയാണ്. ട്രൂ കോളർ ആപ്പിൽ ഉപയോഗിക്കുന്ന പ്രവർത്തന രീതിയിലാണ് പുതിയ സംവിധാനവും ഉള്ളത്. ഫോണുകളിലേക്ക് വരുന്ന സ്പാം കോളുകൾ, തട്ടിപ്പ് കോളുകൾ തുടങ്ങിയവ ഒഴിവാക്കുന്നത് ഇനി എളുപ്പമാകും. പുതിയ ഫീച്ചർ അവതരിപ്പിക്കാനുള്ള ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിന്റെ നിർദ്ദേശത്തിന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി കഴിഞ്ഞു. കോളിംഗ് നെയിം പ്രസന്റേഷൻ എന്നറിയപ്പെടുന്ന ഈ സേവനം ഇൻകമിംഗ് കോളുകളിൽ സുതാര്യത കൊണ്ടുവരികയും സ്പാം കോളുകൾ തടയുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. മൊബൈൽ സിം എടുക്കുമ്പോൾ ഉപഭോക്താവ് നൽകുന്ന ID പ്രൂഫിലെ പേരായിരിക്കും ആരെങ്കിലും കോൾ വിളിക്കുമ്പോൾ സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്നത്. അതായത് സിം വെരിഫിക്കേഷൻ സമയത്ത് ടെലികോം ഓപ്പറേറ്ററിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പേര് കോളർ ID ആയി കാണിക്കും. ഐഡന്റിറ്റി വിവരങ്ങൾ ടെലികോം കമ്പനികളുടെ ഔദ്യോഗിക സബ്സ്ക്രൈബർ ഡാറ്റാബേസിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന വിധത്തിലാണ് കോളിംഗ് നെയിം പ്രസന്റേഷൻ സംവിധാനമുള്ളത്. രാജ്യത്തുടനീളമുള്ള എല്ലാ ഉപയോക്താക്കൾക്കും ഈ സംവിധാനം ലഭ്യമാകുമെന്ന് ട്രായ് അറിയിച്ചു. അതേസമയം ഈ ഫീച്ചർ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അവരുടെ ടെലികോം സേവനദാതാവിനെ കോൺടാക്ട് ചെയ്ത് ഈ ഫീച്ചർ ഡിസേബിൾ ചെയ്തിടാനും സാധിക്കും. ടെക്നോളജി രംഗത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി ജനയുഗ യുഗത്തിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ നമസ്കാരം.